നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും കാർഷിക ഗ്രാമത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 10-15 ദിവസമായിട്ട് നമ്മുടെ കേരളത്തിൽ പരക്കെ വ്യാപകമായിട്ടുള്ള മഴയായിരുന്നു. അപ്പോൾ നമ്മുടെ കർഷകർക്കെല്ലാം വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വളരെയധികം ഞങ്ങളുടെ അടുത്ത പരിസരങ്ങളിലൊക്കെ ഒരുപാട് മരങ്ങൾ കടപുഴകി വീഴുകയും അതുപോലെ തന്നെ വാഴ കൃഷിയൊക്കെ ചെയ്തിരുന്ന കർഷകർക്ക് ഒരുപാട് നാശനഷ്ടം, മൊത്തം വാഴയും കാറ്റിൽ അടിച്ച് ഒടിച്ചു കളഞ്ഞു. അതുപോലെ മരിച്ചീനി, എല്ലാ വിളകൾക്കും നല്ല രീതിയിലുള്ളൊരു കൃഷിനാശം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൃഷിനാശം സംഭവിച്ച കർഷകരെ എല്ലാവരും നമ്മുടെ കൃഷിഭവനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് നമ്മുടെ സർക്കാരിൻ്റെ സഹായങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവരും നാശം സംഭവിച്ചവരെല്ലാം കൃഷിഭവനിലൊക്കെ പോയിട്ട് അവിടെ ചെന്ന് അതിൻ്റെ പരാതിയെല്ലാം കൊടുക്കണം. അതുപോലെ വാഴ കൃഷിയൊക്കെ നേരത്തെ കർഷകർ പിന്നെ ഇൻഷുറൻസ് ചെയ്തിട്ടുള്ള വാഴ കർഷകർക്കെല്ലാം ഇൻഷുറൻസ് ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാവരും അത് ചെയ്യണം. അതുപോലെ എനിക്ക് കുറേ നാശം സംഭവിച്ചു കണ്ട ഈ ഒരു പാവൽ തോട്ടത്തിലാണ് ഞാനിപ്പോൾ, നമ്മുടെ ഒരു പാവൽ തോട്ടമാണിത്. ഇവിടെ ഞാൻ പാവലും കുക്കുംബറും രണ്ടും കൂടെ ഇടവിളയായിട്ടാണ് എപ്പോഴും ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ടോ ഈ മഴ പരക്കെ ഈ മഴ ഇങ്ങനെ ഒരു ഏകദേശം 10 ദിവസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തത് കാരണം ഈ പാവലിൻ്റെ എല്ലാം മൂട് അഴുവി കണ്ടോ, ഇലയെല്ലാം നശിച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ വയലിലോട്ട് ഇറങ്ങി ഒരു ജോലിയും ചെയ്യാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇതിൻ്റെ മൂട്ടിലൊക്കെ തന്നെ യഥാർത്ഥത്തിൽ കുറച്ച് മണ്ണൊക്കെ നേരത്തെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു. വളം ചെയ്യാനും മണ്ണിടാനും ഒന്നും നമുക്ക് സമയം ഈ മഴ ആയത് കാരണം പറ്റി ഇവിടെ ഇറങ്ങി വരാൻ പോലും വയ്യാത്ത രീതിയിലുള്ള മഴയായിരുന്നു. അപ്പോൾ ഈ ഒരു തോട്ടത്തിൽ ഏകദേശം പാവല് ഫുള്ളായിട്ട് പോയിട്ടുണ്ടെന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ. പിന്നെ കുക്കുംബറും കൂടെ ഇടവിളയായിട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് കുക്കുംബറിന് വളരെയധികം നാശം സംഭവിച്ചിട്ടില്ല. കുക്കുംബർ എന്തായാലും കുറേ നമുക്കിപ്പോൾ കായൊക്കെ പിടിച്ചു വരുന്നുണ്ട്. ഇനി മഴ ആയത് കാരണം പൂക്കണ്ണി ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇനി ഇതെന്തായാലും ഞാൻ എടുത്ത് കളയാൻ ഉദ്ദേശിക്കുന്നില്ല. മൂട് നല്ലപോലെ നിൽക്കുന്നതിനെയൊക്കെ ഞാൻ എന്തായാലും കുറച്ച് വളമൊക്കെ കൊടുത്തിട്ട് ഇന്ന് നമ്മൾ ജോലിയൊക്കെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. പോയതെല്ലാം പോട്ടെ, അത് നമുക്ക് ഉള്ളതല്ല. നമുക്ക് ദൈവം വിധിച്ചിട്ടുള്ളതെല്ലാം നമുക്ക് എന്തായാലും കിട്ടും. നമുക്കൊരു വലിയ പരാതിയില്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ നാശനഷ്ടം കർഷകർക്ക് ഒരുപാട് നാശനഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹം കൊണ്ട് ഇതൊരു വലിയ നാശമെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു കുറച്ച് പാവൽ കണ്ടോ, ഇതെല്ലാം മഞ്ഞളിച്ച് ഇത് മഴ സമയത്ത് വന്ന അസുഖവുമാണ്. പിന്നെ അതുപോലെ തന്നെ മഴയുടെ കൂടുതൽ കൊണ്ട് വെള്ളം കെട്ടി നിന്നിട്ട് കുറെ അഴുവി പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു നഷ്ടം എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ഈ കേരളത്തിലെ ഇത്രയും കർഷകർക്ക് വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ച്, അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് ഇത് വലുതായിട്ടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ കുറച്ച് പപ്പായൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. പയർ നല്ലതുപോലെ പിടിച്ചുകൊണ്ട് നിന്നായിരുന്നു കണ്ടോ, ഈ ഏരിയയിൽ കണ്ടോ. അപ്പോൾ നല്ലതുപോലെ കാച്ചുകൊണ്ട് നിന്ന പയറായിരുന്നു. ഒന്നും സമയമൊന്നും ആയതേ ഇല്ല. പയർ പറിച്ചു തുടങ്ങിയുള്ളായിരുന്നു. ഇതും എല്ലാം മഞ്ഞളിച്ച് കായെല്ലാം നശിച്ച് പോയിരിക്കുകയാണ്. അപ്പം എന്തായാലും ഇനി നമുക്ക് പുതിയതായിട്ട് ഓണത്തിനുള്ള കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇതെല്ലാം മാറ്റിയിട്ട് ഒരു പുതിയ ഓണത്തിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് പുതിയ കൃഷികൾ ചെയ്യാം. അതേ ഇനി പറ്റത്തുള്ളൂ. ഈ പാവൽ തോട്ടം എന്തായാലും ഞാൻ വൃത്തിയാക്കി ഇപ്പോൾ കണ്ടോ, ഫുള്ള് കളയെല്ലാം കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് എന്തായാലും ഞാൻ ഒന്നുകൂടെ ഒരു ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. അപ്പോൾ അസുഖം കൂടെ വന്നിട്ടുണ്ട്. ഇത് ഡൗണി മിൽഡ്യൂവിൻ്റെതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഇലയിൽ ഇങ്ങനെ ഒരു മഞ്ഞളിപ്പ്. അപ്പോൾ അത് ഈ ഇലയെല്ലാം നുള്ളി കളഞ്ഞിട്ട് നമുക്കിതിനെ കുറച്ചെങ്കിലും കാ കിട്ടുമെന്നുള്ളത് നോക്കാം. എന്തായാലും ചെറിയ രീതിയിൽ കാ പിടിച്ച് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇത്തിരി വളമൊക്കെ കൊടുത്ത് ഒന്ന് കയറ്റി വിട്ടു നോക്കാം. ഇന്ന് 2 ദിവസം കൊണ്ട് ഇവിടെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെല്ലാം നല്ല കാലാവസ്ഥയാണ്, നല്ല വെയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ എന്തായാലും വീണ്ടും ജോലി ആരംഭിച്ചിരിക്കുകയാണ്. കണ്ടോ, ഇതെല്ലാം ഈ ഡൗണി മിൽഡ്യൂ ആണെന്നാണ് തോന്നുന്നത്, ഇലയിൽ മഞ്ഞളിപ്പ്. അപ്പോൾ ഇതിന് നമുക്ക് എന്തായാലും കൃഷിഭവനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇത് മാറാൻ വേണ്ടിയിട്ട് വേറെ വല്ല മാർഗം ഉണ്ടാകുന്ന കൂടെ നോക്കാം. കിട്ടുന്ന എന്തായാലും നമുക്ക് പറിച്ചെടുക്കാം. എന്തായാലും ഇത് നശിപ്പിച്ച് കളയുന്നില്ല. നമുക്കൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ പോകാൻ പറ്റും. അപ്പൊ ഈ ഇടവിളയായിട്ട് നമ്മൾ പാവലും കുക്കുംബറും കൂടെ ഒരുമിച്ച് കൃഷി ചെയ്തുകൊണ്ട്, അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇടവിള കൃഷി, അതായത് 2 വിളകൾ ഒരുമിച്ച് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ഒരു കൃഷിയിൽ നഷ്ടം വന്നാലും മറ്റേ കൃഷിയിൽ നമുക്ക് കിട്ടും. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇത് കണ്ടു, ഇപ്പോൾ ഈ കുക്കുംബറും പാവലും ഇപ്പോൾ മഴ വരുമെന്ന് പ്രതീക്ഷിച്ചൊന്നും അല്ല യഥാർത്ഥത്തിൽ ഞാനിത് ചെയ്തത്. നമ്മളെപ്പോഴും ചെയ്യുന്ന രീതി. ഇപ്പോൾ കണ്ട കുക്കുംബറിന് വലിയ പ്രശ്നം വന്നിട്ടില്ല. ഈ മഴയുടെ ശല്യം കുക്കുംബറിന് വലുതായിട്ട് ബാധിച്ചിട്ടില്ല. പാവൽ ഏകദേശം ഫുള്ളായിട്ട് പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ പാവലിൽ നഷ്ടം വന്നെങ്കിലും നമുക്കത് കുക്കുംബറിൽ മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റും. നമുക്കൊരു വലിയ നഷ്ടം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ നമ്മൾ എപ്പോഴും കൃഷി ചെയ്യുന്ന കർഷകർ നമുക്ക് ഒരു കൃഷിയല്ല, ഇടവിള കൃഷി കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു വരുമാനം കിട്ടും. കണ്ടോ, ഈ പാവലൊക്കെ കണ്ടോ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. എന്തായാലും നമ്മളിതിനെ ഇത് കളയുന്നില്ല, ഉള്ളത് കിട്ടുന്നത് മതി. കണ്ടോ, ഇതെല്ലാം കണ്ടോ, ഈ പാവലെല്ലാം മഴയുടെ കൂടുതലുണ്ടായിട്ടാണ് ഇതിങ്ങനെ മൂടഴുവി പോയത്. കായെല്ലാം പിടിച്ച് കണ്ടോ, കാ പിടിച്ച് വന്ന സമയമായിരുന്നു. ഈ വീട്ടിലൊക്കെ എല്ലാം ഫുള്ള് പോയിട്ടുണ്ട്. കുക്കുംബറൊന്നും സത്യത്തിൽ മഴ കാരണം നമുക്ക് പറിക്കാൻ പോലും ഉള്ള ഒരു ഇതില്ലായിരുന്നു. കാ പിടിച്ച് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ നമുക്ക് ദൈവം തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ എന്തായാലും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കൃഷി നാശം വന്ന കർഷകരെല്ലാവരും കൃഷിഭവനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ, അത് നഷ്ടപരിഹാരം കിട്ടുമെന്നുണ്ടെങ്കിൽ അതെല്ലാം വാങ്ങിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ മഴയും ഇതുമൊക്കെ നമ്മുടെ ഈ കർഷകർക്ക് ഉള്ളത് തന്നെയാണ്. അപ്പോൾ അതൊന്നും കൊണ്ട് നമ്മളാരും പിന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഒന്നിൽ നമുക്ക് നഷ്ടം വന്നാലും അടുത്തതിൽ നമുക്ക് ദൈവം തരും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എല്ലാവരും വീണ്ടും കൃഷി ചെയ്യുക. ഇനി ഓണക്കാലം വരികയാണ്. നമുക്ക് കർഷകർക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഓണത്തിന് നല്ല വിലയെല്ലാം കിട്ടും. അപ്പോൾ എല്ലാവരും കൃഷി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. ഇത് ഇവിടെ കണ്ടോ ഒരു പപ്പായ, നല്ലതുപോലെ കായ്ച്ചിരുന്ന ഒരു പപ്പായ കണ്ടോ, നല്ലതുപോലെ കായ്ച്ചിരുന്ന ഒരു പപ്പായ ഒടിഞ്ഞു കണ്ടോ, അത് നിറയെ കായും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് കർഷകർക്ക് ഉള്ള ഒരു ഇത് തന്നെയാണ്. അതിന് നമ്മൾ പരിഭവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വന്ന നാശം നമ്മൾ സഹിക്കുക തന്നെ. പിന്നെ നമുക്ക് എന്തായാലും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ഇത് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാവരും മാക്സിമം അത് വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലെ നമ്മുടെ കൃഷിയിൽ ഇങ്ങനെ നഷ്ടങ്ങളൊക്കെ സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ എന്തായാലും കർഷകർ പിന്മാറേണ്ട കാര്യമില്ല. നമുക്ക് ഒന്നിലല്ലെങ്കിൽ അടുത്ത ഒരു കൃഷിയിൽ നമുക്ക് ദൈവം തരുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എല്ലാവരും വീണ്ടും നല്ലതുപോലെ കൃഷി ചെയ്യുക. ഇനിയിപ്പോൾ ഓണക്കാലമൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ളൊരു വരുമാനം ഉണ്ടാവും. ആരും പിന്നോട്ട് മാറണ്ട. ഇതൊക്കെ നമുക്ക് ദൈവം തരുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും സജീവമായിട്ട് വീണ്ടും കൃഷി ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.